വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുന്ന ലോകത്തിലെ ഏക അക്ഷര ദേവതാ ക്ഷേത്രം പൗർണമിക്കാവ്. പേര് പോലെ തന്നെ പൗർണമി നാളിൽ മാത്രമാണ് ഈ ക്ഷേത്രം തുറക്കുക. സംസ്കൃത അക്ഷരമാലയിലെ 51 അക്ഷരങ്ങളെയും ദേവതകളായി പ്രതിഷ്ഠിച്ച ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രം ഇതെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബുദ്ധിശക്തിക്കും വിദ്യയ്ക്കും ഇവിടെ പ്രാർത്ഥിച്ചാൽ വിശേഷമാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് അക്ഷര ദേവതമാർക്കുള്ള വീണ സമർപ്പണം. കലാകായിക രംഗങ്ങളിൽ പ്രശസ്തി നേടാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ കുട്ടികളുടെ വിദ്യാരംഭത്തിനും പഠനത്തിൽ ഉന്നത വിജയം നേടുന്നതിനുമായി പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ഇവിടെ എത്തുന്നത്. പൗർണമികാവിലെ പ്രധാന പ്രതിഷ്ഠയായ ശ്രീ ബാലത്രിപുര സുന്ദരി ദേവി വിഴിഞ്ഞം തലസ്ഥാനമായി ഭരിച്ചിരുന്ന പുരാതന ആയ് രാജവംശത്തിന്റെ യുദ്ധദേവതയായി കരുതപ്പെടുന്നു. അക്കാലത്ത് പടകാളി അമ്മ എന്ന പേരിലാണ് ദേവി അറിയപ്പെട്ടിരുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക, വിദ്യാഭ്യാസ, വ്യാവസായിക പുരോഗതിക്ക് കാരണം ഈ ദേവിയുടെ അനുഗ്രഹമാണെന്ന് അവർ വിശ്വസിച്ചു. അയൽ രാജ്യമായ ചോള സാമ്രാജ്യത്തിന്റെ രാജാക്കന്മാർ വിഴിഞ്ഞം തുറമുഖം ആക്രമിക്കുകയും ആയ് രാജവംശം കീഴടക്കാനായി ദേവിയുടെ വിഗ്രഹം കവരാനും ശ്രമിച്ചു. ഇതിൽ നിന്നും വിഗ്രഹത്തെ സംരക്ഷിക്കാൻ ആയ് രാജാക്കന്മാർ വിഴിഞ്ഞം ക്ഷേത്രത്തിൽ നിന്നും ദേവി വിഗ്രഹം അതീവ രഹസ്യമായി മാറ്റിയെന്നും ആ വിഗ്രഹമാണിതെന്നാണ് വിശ്വാസം. വർഷങ്ങൾക്കു ശേഷം ഈ പ്രദേശത്ത് നടത്തിയ ദേവപ്രശ്നത്തിലാണ് ഇവിടെ അതിശക്തമായ ദേവീ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയുകയും ഇന്നത്തെ രീതിയിലുള്ള പൗർണമിക്കാവ് ദേവീക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തത്.